മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. അപ്പോൾ മായയെഴുതി ജപിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മായ എന്നൊന്ന് ഉണ്ട് എന്നും അത് നമ്മുടെ അറിവിൻ്റെ അന്വേഷണത്തിൻ്റെ അതിനുള്ള ഉപകരണങ്ങളുടെ പരിമിതി കൊണ്ട് ഉണ്ടായതാണ് എന്നും അതിനെ മറികടക്കാൻ ഇൻറ്റ്യൂഷൻ എന്നാണ് നല്ലത് എന്നും തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ നമുക്ക് ഒരു വലിയ കാര്യത്തിന്, പ്രശ്നത്തിന്, സംശയത്തിന് പരിഹാരം ഉണ്ടായി കിട്ടും. അദ്വൈതവും മായയും തമ്മിൽ ഒരുമിച്ച് പോവില്ല. അദ്വൈതത്തിൽ വേറൊന്നിന് പ്രസക്തി ഇല്ലാത്തത് കൊണ്ട്, മറ്റൊന്നിനും നിലനിൽപ്പില്ല എന്നുള്ളത് കൊണ്ട് മായ എന്ന ആശയത്തിനും അദ്വൈതത്തിൽ നിലനിൽപ്പില്ലാതെ പോവും എന്നൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. മായയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്വൈതവും മായയും ഒരുമിച്ച് പോകില്ല എന്ന് സാർ പറയുകയുണ്ടായി. അദ്വൈതത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ വിചാരധാരകളെയും നോക്കുമ്പോൾ, ശ്രീ ശങ്കരന്റേതടക്കം പരിശോധിക്കുമ്പോൾ, മായ എന്നത് അതിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്, ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അദ്വൈതവും മായയും ഒരുമിച്ച് പോകില്ല എന്ന് സാറ് പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഉയർന്നു വരുന്നത് സ്വാഭാവികമാണല്ലോ. നമ്മുടെ ആ എപ്പിസോഡ് കണ്ട ഒരുപാട് പേർ ഈ ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. അദ്വൈതവും മായയും ഒരുമിച്ച് പോകില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഒന്ന് വിശദമാക്കാമോ? അദ്വൈതവും മായയും കൂടി പൊരുത്തപ്പെട്ടു പോവില്ല എന്ന് പറഞ്ഞത് വെറുതെയല്ല. നമ്മുടെ ബുദ്ധി ഈ ശരീരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ മായയാണെങ്കിൽ ഈ ബുദ്ധിയും ഈ മനസ്സും ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അദ്വൈതം എന്നൊരു ചിന്താ പദ്ധതിയും മായയാവണ്ടേ? പശു മായയാണെങ്കിൽ പാലും മായയാവണ്ടേ? അഥവാ തിരിച്ചും. അപ്പം അതുകൊണ്ട് ഒരു ചിന്താ പദ്ധതിയും ഇല്ലാത്തതാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഒരനുഭവവും ഇല്ലാത്തതാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. പക്ഷേ ഈ പ്രകൃതിയിൽ ചില കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ ശരിയായ വളർച്ചയുടെ ദിശാമുഖത്തിന് തടസ്സം നിൽക്കുന്നതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അതൊക്കെ വേണ്ടാത്തതാണ്, ഇല്ലാത്തതാണ്, പ്രാധാന്യമില്ലാത്തതാണ് എന്ന് കരുതുന്നതായിരിക്കും ശരി. സംശയമൊന്നുമില്ല ആ കാര്യത്തിന്. അപ്പോൾ എൻ്റെ വിചാരങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ എൻ്റെ ഭാവനയെ വെള്ളത്തിലെ തോണി പോലെ, കാറ്റ് വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകുന്ന ശക്തികളെ എല്ലാം കൂടെ ചേർത്ത് പിടിച്ച് മായ എന്ന് പഴമക്കാർ വിളിച്ചിട്ടുണ്ട്. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായുക അംബുജ വിലോചന എന്ന് ആവർത്തിച്ച് രാമായണത്തിൽ പ്രാർത്ഥന വരുന്നത് കേൾക്കാം. അതായത് എൻ്റെ ശരിയായ പഥത്തിൽ, വഴിയിൽ തടസ്സങ്ങളായി, അവിടുന്ന് എന്നെ വ്യതിചലിപ്പിക്കാനുള്ള പ്രേരണകളായി എൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും എൻ്റെ മുന്നിൽ നിന്ന് നീക്കി തരിക ഭഗവാനെ, ഈശ്വര എന്നാണ് ആ പ്രാർത്ഥന. അതൊരു സാർത്ഥകമായ പ്രാർത്ഥനയും ആണ്. മായ എന്നൊന്ന് ജീവിതത്തിലില്ല എന്നും ജീവിതം ആദ്യന്തം, പ്രപഞ്ചം ആദ്യന്തം യാഥാർത്ഥ്യമാണ് എന്നും എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നുമുണ്ട്. എന്നിൽ നിന്നാണ് ഓർമ്മയും ഓർമ്മയില്ലായ്മയും ബുദ്ധിയുമൊക്കെ ഉണ്ടാവുന്നത് എന്നും പറയുന്നു. മറവി എന്നൊരു കാര്യം ഉണ്ടാവുന്നത് എന്നിൽ നിന്ന് തന്നെയാണ്. അപോഹനം ച എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് മറക്കാൻ കഴിയാതെ പോയാലുള്ളൊരവസ്ഥ. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ തന്നെ ഒരിക്കലും മറക്കാനാവാത്ത കാര്യങ്ങളായിട്ട് എല്ലാം നമ്മുടെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ സ്ഥിതി ആലോചിച്ച് നോക്കൂ. മക്കൾ മരിച്ചു പോയ ഒരു അമ്മ പിന്നെ എങ്ങനെ ജീവിക്കും? എല്ലാം നഷ്ടപ്പെട്ട ഒരാളെങ്ങനെ ജീവിക്കും? അപ്പോൾ നമുക്ക് മറവി അനുഗ്രഹമാണ് എന്നുകൂടി ഓർക്കുക. വിഘ്നം അനുഗ്രഹമാണ് എന്ന് ഓർക്കുന്നത് പോലെ മറവിയും അനുഗ്രഹമാണ്. നമുക്ക് അനുഗ്രഹമല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യമല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. ഭൗതികം, ആധ്യാത്മികം എന്ന ഒരു വേർതിരിവ് ഗീത നിർദ്ദേശിക്കുന്നില്ല. എല്ലാം ആത്മീയമാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം ഭൗതികമാണെങ്കിൽ.
നമുക്ക് പ്രപഞ്ചത്തിന് 3 തലങ്ങളുള്ളത്. നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതിനെ ഞങ്ങൾ മായ എന്ന് പറയാറുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതിക തലം എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് തലമായ അക്ഷരതലത്തിൽ നിന്ന് വേറൊന്നാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അക്ഷരതലത്തിലേക്ക് നമുക്ക് ചിന്ത കൊണ്ട് പ്രവേശനമില്ല. അക്ഷരാതീത തലത്തിലേക്ക് നമുക്ക് ചിന്ത കൊണ്ട് പ്രവേശനമില്ല. ഈ ചിന്ത കൊണ്ട് പ്രവേശനമില്ലാത്ത തലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ അനുഭവം കൊണ്ട് നമുക്ക് പ്രവേശനമുള്ള തലങ്ങളെ മായാതലങ്ങളായിട്ട് കൽപ്പിക്കുകയാണ്. അങ്ങനെ കൽപ്പിച്ചിട്ടാണ് നമ്മൾ ഇതും അതും പിന്നെ ഒന്നാണ് എന്ന് പറയുന്നത്. എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് വകഭേദം എന്ന് ചോദിക്കാവുന്നതേ ഉള്ളൂ. സ്വപ്നവും യാഥാർത്ഥ്യമാണ് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. അതുകൊണ്ട് യാഥാർത്ഥ്യമായ സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യമായ ജീവിതത്തെ വേർതിരിക്കാതെ രണ്ടും കൂടെ ഒന്നാണ് എന്ന് എടുത്തു ചുമന്നുകൊണ്ട് നമുക്ക് അദ്വൈത മാർഗത്തിലേക്ക് ചലിക്കാം. എന്തിനാണ് വേർതിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം വേറെ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നർത്ഥം. ഭൗതികശാസ്ത്രം നമുക്ക് തരുന്ന ഒരു വെളിപാട് ഈ വാഴ്വിൽ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ള ബലങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ്. ഈ ബലങ്ങളെ നിയന്ത്രിക്കുന്നത് എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്ക് ആധ്യാത്മികം എന്ന് പറയാവുന്ന ഒരു ശാസ്ത്രം തരുന്നത്. അപ്പോൾ ആധ്യാത്മികം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് ആധ്യാത്മികമല്ല, ഭൗതികം തന്നെയാണ് എന്നുള്ളതാണ്. ബോധം കൊണ്ട് എത്താവുന്ന ഒരു മേഖലയാണ് അത്. ബോധം കൊണ്ട് എത്താവുന്ന ഒരു മേഖലയ്ക്ക് നമ്മൾ എങ്ങനെയാണ് അതീതം എന്ന് പറയുക? നമ്മുടെ കയ്യിലുള്ള കാര്യം കൊണ്ട്, തോട്ടി കൊണ്ട് നമുക്ക് പറിക്കാവുന്ന മാങ്ങയെ നമുക്ക് അപ്രാപ്യം എന്ന് നമ്മൾ എങ്ങനെ വിളിക്കും? അഥവാ അത് വേറൊരു ലോകമാണ്, ഇത് വേറൊരു ലോകമാണ് നമ്മൾ എങ്ങനെ പറയും? ആദ്യ അവസാനം ഒരേ ലോകമാണ് എന്ന് കരുതുന്നതാണ് ഏറ്റവും സുഗമമായ, ശരിയായ, ശാസ്ത്രീയമായ, ന്യായമായ കാര്യം. അതുകൊണ്ട് അദ്വൈതം എന്ന ഒരു കാഴ്ചപ്പാട്, എല്ലാം ഒന്നാണ് എന്ന കാഴ്ചപ്പാടിൽ പിന്നെ മായയില്ല, മായാലോകമില്ല, മായാസങ്കല്പവും നിലനിൽക്കില്ല എന്നർത്ഥം.